ലോക സംസ്കാരങ്ങൾ മുഴുവനും തകർന്നിടന്നിടത്ത് ഇസ്ലാമിലേക്ക് ലോക കൾച്ചർ തിരിച്ചു വരുന്നൊരു കാലം. മുമ്പ് അറബികളിൽ നിന്നാണ് കൾച്ചർ ഉണ്ടായത്, അറബികളിൽ നിന്നാണ് സയൻസ് ഉണ്ടായത്. അതൊക്കെ നമുക്കിപ്പോ നഷ്ടമായി. ഇനി അത് മുസ്ലിമിന് തിരിച്ചു വരും എന്ന് വിശുദ്ധമായ ഹദീസിലൂടെയും ഖുർആനിലൂടെയും പഠിപ്പിക്കുകയാണ്. എന്തേ കാരണം എന്നറിയോ? ലോകത്ത് നടക്കുന്ന അതിക്രമങ്ങളാണ് അതിന് കാരണം. അതിക്രമങ്ങൾക്ക് പകരം അള്ളാഹു നന്മയാണ് കൊണ്ടുവരിക. ഒന്ന്, അള്ളാഹു മാറ്റം ഉദ്ദേശിക്കുന്നു. എങ്ങനത്തെ മാറ്റം? നന്മയ്ക്ക് വേണ്ടിയുള്ള മാറ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഈ ഉമ്മത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഒരു മാറ്റത്തിന് വിധേയമാവണം. ഖുർആൻ തന്നെ പറയട്ടെ, സൂറത്തുൽ അൻഫാൽ, ذلك بأن الله لم يكن مغيرا نعمة أنعمها عليهم ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. അള്ളാഹു നമുക്കൊരു അനുഗ്രഹം തന്നത് അള്ളാഹു എടുത്തു കളയുകയാണെങ്കിൽ നമ്മളിൽ വരുത്തിയ മാറ്റം കൊണ്ടല്ലാതെ അള്ളാഹു ഒരു സമാധാനം എടുത്തു കളയുന്നില്ല. അള്ളാഹു ഒരു സമൂഹത്തിന്റെ രക്ഷയും സുരക്ഷയും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ നമ്മൾ വരുത്തുന്ന മാറ്റം കൊണ്ടല്ലാതെ അല്ലാഹു തആല അവന്റെ ചര്യയിൽ മാറ്റം വരുത്തുന്നില്ല. അപ്പോ നമുക്കൊരു ആത്മവിചിന്തനത്തിന്റെ സമയമാണത്. كدأب آل فرعون والذين من قبلهم ഫറോവയുടെ ആടുകളെ പോലെ കദ്ദബൂ ബിആയാതി റബ്ബിഹിം, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഫറോവയും അവന്റെ ആളുകളും വിശ്വസിക്കാതെ വന്നപ്പോ ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവർ ചെയ്ത പാപങ്ങൾ കാരണം ഫറോവയെയും ആളുകളെയും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. ഫറോവയെ നശിപ്പിക്കാൻ കാരണം പറഞ്ഞത് ബിദുനൂബിഹിം, അവർ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്. വഅഗ്റഖനാ ആല ഫിർഔൻ വകുല്ലൻ കാനൂ ളാലിമീൻ, അക്രമം ചെയ്ത ആളുകളെ അല്ലാഹു നശിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുസ്ലിം അക്രമിയായിക്കൂടാ, നാം പാപികളായി ജീവിച്ചുകൂടാ. പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്യുകയും പാപങ്ങളിൽ നിന്ന് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് എല്ലാ കഴിവും ഉപയോഗിച്ച് വിട്ടുനിൽക്കുകയും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമ്മളതിനെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മനസ്സമാധാനം അള്ളാഹു നൽകുകയില്ലെന്ന് പറഞ്ഞു. പാശ്ചാത്യൻ സംസ്കാരം നമ്മുടെ വീടുകളിലേക്ക് TV സ്ക്രീനിലൂടെ കടന്നു വരുന്നത്, ഇന്റർനെറ്റിലൂടെ കടന്നു വരുന്നത്, മറ്റു മീഡിയകളിലൂടെ കടന്നു വരുന്നത് ഏറ്റവും കടുത്ത ഭീഷണിയോടുകൂടെയാണ്. ഏറ്റവും കടുത്ത ഭീഷണിയാണ്. നമ്മുടെ സംസ്കാരവും നമ്മുടെ മക്കളും നമ്മുടെ തലമുറകൾ നശിക്കാൻ നമ്മുടെ TV സംസ്കാരം മാത്രം മതി. ഇത് മാത്രം മതി. എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത് എന്നതാണ് വലിയ അത്ഭുതം. നമ്മുടെ ടിവികൾ കൊടുക്കുന്ന സംസ്കാരം മനുഷ്യന്റെ ഉള്ളിൽ ഗോപ്യമായി കിടക്കുന്ന വൈകാരികതയെ ഉണർത്താനും അന്യ ഒരു പുരുഷനോട് പ്രേമം തോന്നിക്കാൻ പെണ്ണിനെയും അന്യൊരു പെണ്ണിനേക്ക് കണ്ണുയർത്താൻ ഒരു ആണിനെയും പ്രേരിപ്പിക്കുന്ന വിധം വ്യഭിചാരത്തിലേക്ക് ഓർമ്മിപ്പിക്കാൻ, വ്യഭിചാരം സംസ്കാരമായി കൊണ്ടു നടക്കാനല്ലയോ നമ്മുടെ TV സംസ്കാരങ്ങൾ അതിൽ ബഹുഭൂരിപക്ഷം ഉപകരിക്കുന്നത്? മറ്റെന്തിനാ? അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനാ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ
വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അല്ലാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ആളുകൾ, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, കാരുണ്യവാനെ ഒരു ദിവസം പോലും ഓർക്കാതെ ജീവിക്കുന്നവർ, നുഖയ്യിദു ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ, അവർക്കൊരു കൂട്ടുകാരനെ നാം കൊടുക്കും, അത് പിശാച്ചായിരിക്കും. പിശാച്ച് അവന്റെ കൂട്ടുകാരനാണ്. ഒരു കള്ളുകുടിയന്റെ കൂടെ ഒരു പിശാച്ചുണ്ട്, ഒരു വ്യഭിചാരിയുടെ കൂടെ ഒരു പിശാച്ചുണ്ട്, തിന്മ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഒരു പിശാച്ചുണ്ട്. ആ പിശാച്ച് ഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, നന്മയിൽ നിന്നവരെ തടഞ്ഞു വെക്കുകയും അവർ പോകുന്ന മാർഗം ശരി തന്നെയാണെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വിധം പിശാചവരെ വഴിതെറ്റിക്കും. അള്ളാഹുവിനെ ഓർക്കാത്തവർ. അള്ളാഹു എന്ത് കൊടുക്കുന്ന പറഞ്ഞത് സൂറത്ത് ത്വാഹയിൽ, വമൻ അഅറദ അൻ ദിക്രി, എന്നെ ഓർക്കാതെ നടക്കുന്നവർ, ഫഇന്ന ലഹു മഈശതൻ ദൻകാ, സങ്കുചിതമായ ജീവിതമാണ് അവർക്ക് വരാൻ പോകുന്നത്. മനസ്സമാധാനം അല്ലാഹു നൽകൂല, മനസ്സമാധാനം നൽകൂല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പരലോകത്ത് കണ്ണ് കാണാത്തവരായിട്ടാണ് അല്ലാഹു അവരെ ഹാജരാക്കുന്നത്. അവര് പറയും, പടച്ചവനെ, ഞങ്ങൾക്ക് ഭൂമിയിൽ കണ്ണുണ്ടായിരുന്നല്ലോ, എന്തേ ഞങ്ങളെ ഇപ്പൊ അന്ധന്മാരാക്കിയത്? كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. എന്നെപ്പറ്റി പറഞ്ഞപ്പോഴേ നീ എന്തേ എന്നെ ഓർക്കാതിരുന്നത്? അന്ന് നീ എന്നെ മറന്നില്ലേ, അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ ഇന്ന് മറന്നിരിക്കുന്നു എന്ന് അല്ലാഹു അവരോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പാപികളായ ആളുകൾക്ക് സങ്കുചിതമായ ജീവിതം, അള്ളാഹുവിനെ ധിക്കരിച്ചു നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പരാജയം, പിന്നെ ആഡംബരത്തിൽ ദുൽമ് ചെയ്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ മതിമറന്ന ആളുകൾ, ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഒരിക്കലും തന്നെ അക്രമം ചെയ്യുന്നവർ വിജയിക്കുന്നില്ലല്ലോ. ഫഖുതിഅ ദാബിറുൽ ഖൗമില്ലദീന ളലമൂ, നിബിധങ്ങൾ പറയാം, അന്ത്യനാൾ വരുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ യകൂനു ഫിൽ ഖൗമി യകൂനു ഫിൽ ഖബീലതി, അതല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ ചത്തുകിടക്കുന്ന ആടിനേക്കാളും നിന്ദ്യനായി മാറുന്നൊരു കാലം വരുന്നു. ഭരണകൂടങ്ങൾ മുസ്ലിം വെടിയേറ്റ് മരിച്ചാൽ ഒരു വിഷയമല്ല, അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കാലം വരുന്നു. എത്ര മുസ്ലിമീങ്ങളെയാണ് ജയിൽ ചാടിയെന്നും പറഞ്ഞു പച്ച നുണയുണ്ടാക്കി തീവ്രവാദികളാണെന്ന് പറഞ്ഞ് പട്ടാളക്കാരുമായി ഏറ്റുമുട്ടലിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. നിരപരാധികളായ പച്ച പാവ മനുഷ്യന്മാരെ പോലീസുകാർക്ക് ഹയർ റാങ്ക് കിട്ടാൻ വേണ്ടി വെടിവെച്ചിട്ടിട്ട് അവിടെ ഒരു മൽപ്പിടുത്തം നടന്നു എന്ന് പച്ച നുണ പറഞ്ഞുണ്ടാക്കുന്ന കാലം. എത്ര ഫേക്ക് എൻകൗണ്ടേഴ്സ്, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും ദുൽമ നടക്കുന്ന, ദുൽമിന് വിധേയരാകുന്ന ഒരു സമൂഹം ലോകത്തെ വേറെ എവിടെയാ ഉള്ളത്? ഈ ഉമ്മത്തല്ല. മുസ്ലിമീങ്ങളായ ആളുകളിൽ 7 ലക്ഷത്തോളം കുരുന്നുമക്കൾ, യുണൈറ്റഡ് നേഷൻസിന്റെ കണക്ക് പ്രകാരം 7 ലക്ഷത്തോളം കുരുന്നുമക്കൾ മുസ്ലിമീങ്ങളായ ആളുകൾ പട്ടിണി പാവങ്ങളായി ഇറാഖിലും ഫലസ്തീനിലുമായി മരിച്ചു വീണിട്ടുണ്ട്. ആരെങ്കിലും കരയാനുണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും അവർക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ടായിട്ടുണ്ടോ? പൂച്ചകൾക്ക് വേണ്ടി സംഘടനകളുണ്ട്, തെരുവ് നായകൾക്ക് വേണ്ടി ഇവിടെ സംഘടനകളുണ്ട്. മരിച്ചു വീഴുന്ന ഇസ്ലാമിന്റെ മക്കൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിക്കാൻ എന്ന് തയ്യാറുണ്ടോ? ഇതാണ് അത്ഭുതം. കാട്ടിൽ കിടക്കുന്ന കുരങ്ങിന്റെ കാലിന് വല്ല മുറിവേറ്റാൽ 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലുകളുണ്ട്, പക്ഷികൾക്ക് ഹോസ്പിറ്റലുകളുണ്ട്, മൃഗങ്ങൾക്കുണ്ട്. മനുഷ്യന്, മുസ്ലിമിന് എന്ത് പരിഗണനയാണ് കൊടുക്കുന്നത്? അങ്ങനത്തെ ഒരു കാലമായില്ലേ? ഈ ദുൽമിൽ നിന്ന് അല്ലാഹു ഈ ഉമ്മത്തിന് മോചനം കൊടുക്കാൻ പോകുന്നു. وَكَذَلِكَ أَخْذُ رَبِّكَ إِذَا أَخَذَ الْقُرَى وَهِيَ ظَالِمَةٌ إِنَّ أَخْذَهُ أَلِيمٌ شَدِيدٌ. സ്വന്തം മോനെ ഭാരതത്തിന്റെ ആർമിയിലേക്ക്, പട്ടാളത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ഭാരതത്തിന് സേവനം ചെയ്യാൻ പറഞ്ഞുവിട്ട ഒരു പിതാവിനെയാണ്
പശുമാംസം ഭക്ഷിച്ചു എന്നതിന്റെ പേരിൽ നായകൾ അടിച്ചു കൊല്ലുന്ന പോലെ പ്രഹരമേൽപ്പിച്ച് കൊന്നുകളഞ്ഞത്, ഈ രാജ്യസ്നേഹം കാണിക്കുന്നൊരു പിതാവിനെ മുസ്ലിമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കന്നുകാലികളെ കയറ്റിക്കൊണ്ടുപോയ മനുഷ്യനെ കൊന്നുകളഞ്ഞത്, പിന്നെ മനസ്സിലായി മുസ്ലിമല്ലെന്ന്. സുബ്ഹാനല്ലാഹ്. അതല്ല, മുസ്ലിമായ മനുഷ്യൻ നിന്ദ്യനായി നിസ്സാരനായി മാറുന്നൊരു കാലം അന്ത്യനാളിൽ ഇസ്ലാമിന്റെ വിജയത്തിന് മുമ്പ് വരുന്നെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അക്രമങ്ങൾക്ക് അറുതി വരാൻ പോകുന്നു. മുസ്ലിമീങ്ങൾക്കെതിരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഈ അറ്റാക്കുകൾക്ക് മുഴുവനും അറുതി വരാൻ പോകുന്നു. എന്തുകൊണ്ട്? അക്രമം നടത്തുന്ന ഒരു സമൂഹത്തെയും അള്ളാഹു ലോകത്ത് ബാക്കി വെച്ചിട്ടില്ല. ഏത് സാമ്രാജ്യങ്ങളാവട്ടെ, ഏത് ഭരണകൂടങ്ങളാകട്ടെ, അക്രമികളെ അള്ളാഹു കുറെ നേരം വെച്ച് നിൽക്കില്ല. കുറച്ചു നേരം അവർക്ക് അള്ളാഹു അവസരം കൊടുക്കും, നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് കാണാൻ. ലോക സംസ്കാരത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന പാശ്ചാത്യന്മാർ, വ്യഭിചാരം പ്രോത്സാഹിപ്പിക്കുന്നവർ, സ്വവർഗഭോഗം പ്രോത്സാഹിപ്പിക്കുന്നവർ, ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടി ഹോമോസെക്ഷലുകൾക്ക് സംഘടനകൾ ലീഗലി അവർ അംഗീകരിക്കണമെന്ന് പറയുന്നവർ, രാജ്യത്തവർക്ക് അവകാശം വേണമെന്ന് പറയുന്നവർ, ഈ സംസ്കാരമാണോ മുസ്ലിമേ, മുഅ്മിനേ? അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ലോകത്തിന്റെ പ്രഭയായ റഹ്മത്തായ ഹബീബിന് ഇറക്കി കൊടുത്ത വിശുദ്ധമായ ഇസ്ലാം എന്ന അല്ലാഹുവിന്റെ തത്വസംഹിതകൾക്കുമേൽ നമ്മൾ വെച്ചുകെട്ടുന്നത് പാശ്ചാത്യന്റെ ചീഞ്ഞാറിയ സംസ്കാരമാണോ? വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. സൊഡോം ഗൊമൊറ എന്ന് പറയുന്ന രണ്ട് നഗരങ്ങളെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ തീരത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നശിപ്പിച്ച അല്ലാഹു ആ സമൂഹം ചെയ്ത തിന്മ എന്ന സ്വവർഗഭോഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. ഇതുപോലെ തോന്നിവാസം ചെയ്യുന്ന സമൂഹത്തിന് നമ്മുടെ ശിക്ഷ വിദൂരമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ പോകുന്ന, അള്ളാഹുവിന്റെ ദീനിന് വിജയം നൽകാൻ പോവുകയും അക്രമവും അരാജകത്വവും അവസാനിച്ച് മനുഷ്യന് നന്മയുടെ പ്രഭ വരാൻ പോകുന്ന കാലം വിദൂരമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ചില സുന്നത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളുണ്ട് ഇവിടെ. ഒരിക്കലും തിന്മ ചെയ്യുന്നൊരു സമൂഹത്തിന് വിജയം അള്ളാഹു നൽകിയിട്ടില്ല. തിന്മ ചെയ്യുന്നൊരു സമൂഹം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ യുദ്ധം ചെയ്യുന്ന, ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സായുടെ മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു വിഭാഗമാണ്. ഈസാ നബി വരുന്നത് മുസ്ലിമിന് സന്തോഷമല്ലേ? ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്ന് പുലർന്നു കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈസാ നബി വരുമെന്ന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഇറങ്ങി വരുമെന്ന് മുസ്ലിമീങ്ങൾക്ക് മുത്തുനബി തങ്ങൾ സന്തോഷ വാർത്ത തന്നു. മുത്തുനബി തങ്ങൾ പറഞ്ഞുവല്ലോ, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ വഅദ്ലാ. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം, മറിയം ബീവിയുടെ പുത്രൻ, മുത്തുനബിക്ക് തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ റസൂൽ, ഇഞ്ചിയിൽ നൽകപ്പെട്ട പ്രവാചകൻ, ബൈബിൾ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന അല്ലാഹു തആല ആദ്യം ഇറക്കി കൊടുത്തൊരു ഇഞ്ചിയിലുണ്ട്. മുഹറഫല്ലാത്ത അല്ലാഹുവിൽ നിന്നുള്ള ശുദ്ധമായ റെവലേഷൻ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനം, ആ കിതാബ് ലഭിച്ച ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം നിങ്ങളിൽ കടന്നു വരിക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ വഅദ്ലാ. നീതിമാനായി മുസ്ലിമീങ്ങൾക്ക് നീതി നഷ്ടപ്പെടുന്ന ഒരു കാലത്ത്, യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ, ലോകത്ത് നീതി നിറക്കാൻ വരുന്ന ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഫയക്സിറുസ് സ്വലീബ്. ഈസാ നബി എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കുരിശ് തകർക്കുകയും, വയഖ്തുലുൽ ഖിൻസീർ, പന്നികളെ കൊന്നൊടുക്കുകയും, വയലഉൽ ജിസിയ, ഇവിടെ ജിസിയ നടപ്പാക്കുകയും ചെയ്യുന്നൊരു സമയം വരാനിരിക്കുന്നു. വയഫീദുൽ മാൽ,
സമ്പത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആർക്കെങ്കിലും കൊടുത്താൽ ഹത്താ ലാ യഖ്ബലഹു അഹദ്, എനിക്ക് പൈസ വേണ്ട എന്ന് ആളുകൾ തള്ളിക്കളയുന്ന, പൈസ വേണ്ട, അത്രത്തോളം പണപ്പെരുപ്പമുണ്ടാവുകയും പൈസ ഇഷ്ടം പോലെ ഒഴുകുകയും ചെയ്യുന്നൊരു കാലം വരും. ഹത്താ തകൂന സജദത്തുൽ വാഹിദ ഖൈറും മിനദ്ദുനിയ വമാ ഫീഹാ, ഈ ലോകത്തെ സർവ്വതിനേക്കാളും ഒരു സുജൂദ് ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത ഏറ്റവും വലിയ നന്മയായി മാറുന്ന കാലം. ഒരു സുജൂദ്, അല്ലാഹുവിൽ അകന്ന് ജീവിക്കുന്ന ആളുകൾ ഒരു സുജൂദിന് വേണ്ടി ദാഹിക്കുന്ന കാലം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലം. തൂബാ ലിഐശിൻ ബഅദൽ മസീഹ്, ഈസാ നബി അലൈഹിസ്സലാം വന്നതിന്റെ ശേഷമുള്ള കാലം എന്തൊരു മനോഹരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു രസമുള്ള കാലമായിരിക്കും ഈസാ നബിയുടെ വരവിന് ശേഷം. ആകാശത്തോട് മഴ പെയ്യാൻ പറയും. യുഅ്ദനു ബിസ്സമാഇ ബിൽ ഖതർ, ആകാശത്തോട് മഴ പെയ്യാൻ പറയും, മഴ പെയ്യുന്നു. വയുഅ്ദനു ലിൽ അർളി ബിൻ നബാത്, ഭൂമിയെ ചെടികൾ മുളപ്പിക്കട്ടെ എന്ന് പറയും. ഭൂമിയിലുടനീളം കൃഷി, എല്ലായിടത്തും പച്ചപ്പ്. ഹത്താ ലൗ ബുദിറത് ഹബ്ബത്തുൻ അലസ്സഫാ ലനബതത്, പാറക്കെട്ടായി കിടക്കുന്ന, പാറയായി കിടക്കുന്ന സഫാ കുന്നുകളിൽ പോലും ഒരു വിത്ത് വിതറിയാൽ മുളക്കുന്ന കാലമാണ് ഈസ നബിയുടെ കാലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരുന്നു. വഹത്താ യമുറ റജുലു അലൽ അസദി ഫലാ യദുറു, സിംഹത്തിന്റെ കൂടെ മനുഷ്യൻ നടന്നാൽ സിംഹം ഉപദ്രവിക്കാത്ത കാലം. വയതഉ അലൽ ഹയ്യതി ഫലാ തദുറു, ഒരു പാമ്പിനെ ചവിട്ടിയാൽ ആ പാമ്പ് ഉപദ്രവിക്കാത്ത കാലം വരുന്നു. വയൽഅബു സുബിയാനു ബിൽ ഹയ്യാതി ഫലാ തദുറുഹും, കൊച്ചുമക്കൾ പാമ്പിനെ പിടിച്ചു കളിക്കും, പക്ഷേ പാമ്പുകൾ അവരെ ഉപദ്രവിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലം ഈസ നബിയുടെ വരവിന് ശേഷം ഇവിടെയുണ്ട്. തൂബാ ഐശിൻ, അതെന്തൊരു മനോഹരമായ കാലഘട്ടമായിരിക്കുമെന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നൽകുന്ന ഈ ഒരു സുവിശേഷം സന്തോഷ വാർത്തകളിലൂടെ ഒരൊറ്റ വിഷയം നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാം ഉയരാൻ പോവുകയാണ്. ഇസ്ലാമിന് ഇനി ഉയർച്ചയുടെ കാലമാണ്.